എത്ര ദിവസമാന്ന് വെച്ചിട്ട് അച്ഛാ അമ്മയെ ഒറ്റക്കെട്ട് അച്ഛനോട് വന്ന് നിൽക്കുന്നേ? അതിനവളോട് ഒറ്റയ്ക്കല്ലല്ലോ, ത്രിവേണി ഇല്ലേ മോളെ. അവൾക്ക് എപ്പോഴും അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അവൾക്ക് കോളേജിൽ പോകണ്ടേ? ഇന്നീ സാഹചര്യത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് അച്ഛന് പോകാൻ പറ്റുമോ? അച്ഛനിങ്ങനെ പേടിക്കാതെ. എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഇവിടെ ആർക്കും എന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളവരെ മാത്രമല്ലോ, അയാളെയും പേടിക്കണ്ടേ? അയാൾ എപ്പോഴാണ് കയറി വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അയാൾ കയറി വന്ന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നമുക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? തൽക്കാലം അച്ഛൻ അമ്മയുടെ അടുത്ത് പോയി നിൽക്ക്. അയാൾ എൻ്റെ അടുത്ത് വരുന്നതിൽ പ്രശ്നമാണ് അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ. അമ്മയ്ക്ക് ഏത് നേരത്താണോ അയാളെ? അമ്മ അമ്മയുടെ എന്ത് ചെയ്യാ? ഞാൻ ഏട്ടത്തിനെ കാണാൻ വരുമായിരുന്നു. അപ്പോഴാ ഇവള് വിളിച്ചത്. അമ്മ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? നീ വന്നേ. ഇവള് ഓരോന്ന് ചുമ്മാ പറയേട്ടത്തി. അച്ഛന് സുഖം തന്നെയല്ലേ അച്ഛാ? ഏട്ടത്തിക്ക് സുഖം തന്നെയല്ലേ? എനിക്കും സുഖവാ. എന്നാ ദേവു വാ. നമ്മൾ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വന്നതാ അവള്. മോളെ, എപ്പോഴും ചുറ്റിലൊരു കണ്ണു വേണം. ആരും അറിയരുത്. നമുക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റാതെ ആയി. ഛേ, അവള് കേറി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം അറിഞ്ഞേനെ. അവര് പറയാൻ വന്നതാ. ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അച്ഛനെയും അമ്മയെയും മോളെ ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. എന്നാലും അതെന്തായിരിക്കും അങ്ങനെ ഒരു വിഷയം? ഇനി കുടുംബത്തോടെ ആരെങ്കിലും പറ്റിച്ചിട്ട് വന്നതായിരിക്കോ? നീ മുറിയുടെ വെളിയിൽ വന്നത് എൻ്റെ സുഖവിവരം അന്വേഷിക്കാനാണോ, അതോ ഞാനും അച്ഛനും എന്താ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞെന്ന് കേൾക്കാനോ? സുഖവിവരം അന്വേഷിക്കാൻ വന്നതാന്ന് പറഞ്ഞാ ഏട്ടത്തി വിശ്വസിക്കൂ? ഇല്ല. അപ്പൊ ഒളിഞ്ഞെന്ന് കേൾക്കാൻ വന്നതാ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് കേൾക്കാം. നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ആ രഘു നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? എല്ലാം ഞാൻ കണ്ടുപിടിക്കും. ഇതൊക്കെ അറിഞ്ഞാൽ നീ താങ്ങൂടി. ഓ, അപ്പൊ താങ്ങാൻ പറ്റാത്ത അത്രയും കനമുള്ള വിഷയമാണ്. കുറച്ച് കനമുള്ള വിഷയമാണെന്ന് തന്നെ കൂട്ടിക്കും. അഞ്ജു, ഇന്നാ ഇതെന്താ അമ്മ? നീ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞിരുന്നു. ഞാൻ മാത്ര? അതെ, അപ്പൊ അവള് കൊടുത്തു വിട്ടതാ നിനക്ക്. വയ്യാതിരിക്കുന്നതോടെ കൊണ്ടാ, അല്ലെങ്കിൽ അവള് നേരിട്ട് വന്ന് തരാനിരുന്നതാ. അതൊന്നും സാരമില്ല അമ്മ. അഞ്ജു, നീ യാത്രകൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നന്നായിട്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം ഈ സമയത്ത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ. അമ്മയുടെ മോന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് അമ്മ പറഞ്ഞോണ്ട് മാത്ര ഒരു കുഞ്ഞിനെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഒന്നുകൂടി പ്രസവിക്കാന്ന് വിചാരിച്ചത്. അതെനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നോട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നീ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത്. എനിക്ക് നിന്നോട് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു. അത് നീയായിട്ട് തന്നെയല്ലേ ഇല്ലാണ്ടാക്കിയത്. അമ്മ മറന്നുപോയതാണെങ്കിൽ ഓർമ്മിപ്പിക്കാൻ ഞാനൊരു കാര്യം പറയാം. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങേരുടെ നിർബന്ധത്തിലാ അമ്മ എന്നെ സ്വീകരിച്ചത്. എന്തെങ്കിലും ഒരു സമാധാനം അമ്മ എനിക്ക് തന്നിട്ടുണ്ടോ? ഞാൻ പഠിക്കാൻ ഇവിടുന്ന് ഇറങ്ങിയാലും അത് മുടക്കാനല്ലേ അമ്മ ശ്രമിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മായിപ്പ മരിച്ചതിന് ശേഷം, അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം, ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടിട്ടല്ലേ അമ്മ എന്നൊന്ന് ശ്രദ്ധിക്കാനെങ്കിലും തുടങ്ങിയത്, എന്നോട് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ വന്ന കാലം മുതൽ നിങ്ങൾ എന്നെ നിലത്ത് നിർത്തിയിട്ടുണ്ടോ?
പമ്പരം കറക്കും പോലെയല്ലേ എന്നെ ഇവിടെ ഇട്ട് കറക്കിക്കൊണ്ടിരുന്നത്. അച്ഛനുള്ള കാലത്തായിരുന്നു നീ ഈ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിലേ നീ ഇവരെ ഡ്രാക്കുളാന്ന് വിളിച്ചാണ്. സ്നേഹം കാണിച്ചെന്റെ കണക്ക് പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണം അമ്മ. കുറച്ചു കാലം നിങ്ങൾ എന്റെ കൂടെ നിന്നതുകൊണ്ടാ ഇപ്പോഴും ഞാൻ നിങ്ങളെ അമ്മാന്ന് വിളിക്കുന്നത്. ഇതിനകത്തെ അമ്മയുടെ മകന്റെ കുഞ്ഞ് തന്നെയാ. ആ കാര്യത്തിൽ ഇപ്പൊ അങ്ങേർക്ക് സംശയം ഇല്ല. ഇത് ഞാൻ കഴിച്ചാലും ഇറങ്ങും. ഈ കുഞ്ഞു ആരോഗ്യത്തോടെ വളരട്ടെ. ഇതും ഇവിടുത്തെയാ. പിന്നെ അഞ്ജു, നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം ഞാൻ ഇപ്പോഴും പറയാ, അതൊന്നും അറിഞ്ഞാ നീ താങ്ങത്തില്ല. അവളെന്താ അവസാനം പറഞ്ഞിട്ട് പോയത്? അവരുടെ രഹസ്യം അറിയാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയായിരുന്നു. അതിനവര് കളിയാക്കിയിട്ട് പോയതാ. അതവള് നാളെ നേരം വെളുക്കുന്നതോടെ പറയും. നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അമ്പിളിയോ പ്രകാശനോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജംഗ്ഷൻ വരെ ആക്കാൻ പറയായിരുന്നു അച്ഛാ. ഓ വേണ്ട മോളെ, ഞാൻ പൊക്കോളാം. നോക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛനെ വിളിക്കാൻ മറക്കരുതട്ടാ. രണ്ടും കൂടി എങ്ങോട്ടാ? ആരും അറിയാതെ അച്ഛനെ നീ നാട് കടത്താണോ? നീയല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത് ഇന്ന് രാവിലെ എല്ലാ രഹസ്യവും പറയാന്ന്? രഘു ആരാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. അല്ലെങ്കിൽ അച്ഛൻ ഈ വീടിന്റെ പടി കടക്കില്ല. 1-2 ദിവസം നിന്റെ അച്ഛനെ കാണാതാവുമ്പോ നിന്റെ അമ്മ ഇങ്ങോട്ട് വരും. നിന്റെ അമ്മേനെ ഈ പടി ഞാൻ കടത്തില്ല. എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കാതെ മര്യാദക്ക് പറയടി, ആരാണ് ഈ രഘു? അമ്മ ചോദിക്കുന്ന എല്ലടി പറയടി, പറയാൻ. എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. നിന്റെ കളിപ്പിള്ളയാണ് നീ വിചാരിച്ചോ ഈ യശോദ? നീയല്ലേ പറഞ്ഞത് ഇന്ന് രാവിലെ എല്ലാ സത്യവും പറയാന്ന്? അതുവരെ ഞാൻ നിന്നെ ശല്യം ചെയ്തോ? അതെന്റെ മര്യാദ. ആ മര്യാദ നീയും പാലിക്കണം, മനസ്സിലായ? ഞാൻ പറഞ്ഞില്ല അമ്മ, ഇവള് വെറുതെ നമ്മളിട്ട് പൊട്ടം കളിപ്പിക്കുന്നതാണ്. ഇവള് ഒരിക്കലും പറയാൻ പോകണല്ലോ രഘുവായിട്ടുള്ള ബന്ധം എന്താണ്. അങ്ങനെ പറയാതെ അവൾ മിടുക്കിയായിട്ട് അങ്ങോട്ട് പോയാ ഈ യശോദാമനെ പിന്നെ എന്തിന് കൊള്ളാം? ഇതകത്തോണ്ടി വെക്കാൻ ചൂ. ഇയാൾ എങ്ങും പോകുന്നില്ല. ഇവള് സത്യം പറഞ്ഞിട്ടേ ഇവിടുന്ന് ആരും പോകുന്നു. അതിൽ അച്ഛന്റെ മരുന്നൊക്കെ ഉള്ളതാ, അതിങ്ങോട്ട് തിരിച്ചു കൊടുക്കേ. അസുഖമൊക്കെ ഉള്ളതല്ലേ, മരുന്ന് കഴിക്കാനുണ്ടാവും. സമയം തെറ്റിക്കണ്ട, പെട്ടെന്ന് പറ, ആരായി രഘു? പറയടി. ഇതൊന്നും അവളുടെ അടുത്ത് നടക്കില്ലമ്മ. സ്വന്തം അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ കണ്ടിട്ട് മനസ്സറിയാത്തവളാണ്. പിന്നെയാണ് ബാഗ് മേടിച്ചു വെച്ചാൽ. അവളനുസരിക്കും. അവള് പറയും രഘുവാരാണെന്ന്. അത് പറയാതെ ഇവളും ഇവളുടെ അച്ഛനും ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. അസുഖം വന്നാൽ പോലും പുറത്തു പോകില്ല.
ഇവരന്വേഷിച്ച് ആരും അകത്തും വരാൻ പോകുന്നില്ല. എത്ര ദിവസം പട്ടിണി കിടക്കുന്നു കാണാം. എന്റെ ഈ സ്വഭാവം കണ്ടല്ലേ നീ എന്നെ വട്ടപ്പേര് വിളിക്കുന്നത്? അതെ, എനിക്ക് ആ സ്വഭാവം തന്നെയാ. അഞ്ജു, ഇവര് പുറത്തു പോയാലും ഇതിലന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വന്നാലും എന്നോട് പറയണം. അത് ഞാൻ ഏറ്റമ്മ. ഇനി എന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടുന്ന് ആരും പുറത്തേക്ക് പോവില്ല. മോളെയും വിളിച്ചോണ്ട് അകത്തോട്ട് കേറിപ്പോ അമ്മായി അച്ഛ. വാച്ച ഇനി എന്ത് ചെയ്യും മോളെ? എന്താ വേണ്ടതെന്ന് അച്ഛൻ പറ, ഇതുപോലെ ചെയ്യാം. അച്ഛനെ ഇവിടുന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോണോ? പോണേ അങ്ങനെയും ചെയ്യാം. വഴക്കുണ്ടാക്കി പോകുന്നല്ലോ ഒരു പരിഹാരം. നമുക്ക് എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞാലോ? അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ്. അതിനുശേഷം എന്നെപ്പറ്റിയും പാവ നിൻ്റെ അമ്മയെപ്പറ്റിയും അവരെന്തെല്ലാം കെട്ടുകഥകൾ ഉണ്ടാക്കും. എന്നെ തോപ്പിക്കാൻ അങ്ങേരെ എന്ത് വൃത്തിയായിട്ട കഥ വേണേലും ഉണ്ടാക്കി പറയൂ അച്ഛാ. തൽക്കാലം ഇതാരും അറിയണ്ട. പിള്ളേര് അറിഞ്ഞാൽ അവരിത് എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സത്യങ്ങൾ മറച്ചു വെച്ച് മോളെ മോഹൻ്റെ തലയെ കെട്ടിവെച്ചു എന്ന് അവർ പറഞ്ഞുണ്ടാക്കും. ഈ കഥ പുറം ലോകം അറിഞ്ഞാൽ കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആവണേ, ആവണേ, എന്താ സുധ ചേച്ചി? എന്താ അടച്ചിട്ടേക്കുന്നേ? തുറന്നേ. അമ്മയ്ക്ക് ഒറ്റ നിർബന്ധം, വാതിൽ അടച്ചിട്ടേക്കണം, പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്താൻ പാടില്ല. പിന്നെ അകത്തുനിന്ന് ചിലരെ പുറത്തേക്ക് വിടാനും പാടില്ല. അതൊക്കെ പോട്ടെ, ചേച്ചി എന്താ വന്നേ? ആവണേ ഇവിടെ, അവളെ കാണാൻ വന്നതാ. അത് പാടായിരിക്കും ചേച്ചി. പാടോ? എന്താ കാര്യം? അമ്മ പറഞ്ഞത് ഏട്ടത്തെ കാണാൻ വരുന്ന ആരെയും അകത്തേക്ക് കടത്താൻ പാടില്ല. ആ എന്താ, അവള് വല്ല തടവുപുള്ളി വല്ലതും ആണോ? തുറക്കു വച്ചേ അങ്ങോട്ട്. എന്താ അഞ്ജു? ഏട്ടത്തെ കാണാൻ വന്നതാ, ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞു. നിന്നെ ഏൽപ്പിച്ചൊരു പണി വൃത്തിയായിട്ട് ചെയ്തു അല്ലേ? നന്നായി. ആ സുധ ചേച്ചി അകത്തോട്ട് കയറല്ലേ? കയറ്റി വിടണല്ലേ? സുധ ചേച്ചി അകത്തോട്ട് കയറിപ്പോകുന്നത് അത്ര നല്ലതല്ലല്ലോ മോഹന. അവളെ അവളച്ഛനെ ആരും കാണണ്ട. ഓ അത് ശരി.
അപ്പൊ നിങ്ങൾ അവളെ അച്ഛനെ പൂട്ടിയിട്ടേക്കുക. ആണെങ്കി നീ എന്ത് ചെയ്യും? കാണിക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആ വക്കീല് അഞ്ജു, വക്കീല് നമ്മളുടെ ആളാ, കയറ്റിവിട്ടേക്കും. അതെന്താ സുദേഹത്തെ കയറ്റി വിടുന്നില്ലേ? സുധേ ഇപ്പൊ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. വക്കീലും കൂടി കയറി വാ. ഇതെന്താ ഈ കാര്യം? വക്കീലേ, എന്ത് കാര്യമായാലും കൊള്ളാം. ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ഇവർ കാണിക്കുന്നതെല്ലാം ക്രൈമാണെന്നുള്ളത്. അകത്ത് കിടക്കാൻ ഇതൊക്കെ മതി. പോലീസിനെ വിളിക്കട്ടെ? ഞാൻ വിളിച്ചാലും വരും, അറിയാലോ. നീ വിളിക്കടി, പോലീസിനെ വിളിക്ക്. വിളിക്കാം. സുധേ, ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കാം. മോനാ, ഇപ്പൊ ഈ ചെയ്യുന്നത് അത്ര ശരിയല്ല. ഇതെങ്ങാനും കയറി കേസായ കോടതിയിൽ നമ്മുടെ ഡിവോഴ്സ് കേസിനെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ അമ്മയും അഞ്ചും വരെ കോടതി കയറേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കും മോനാ, ഇപ്പൊ ഇതൊരു വിഷയമാക്കണ്ട. സുധ പോയി അവനെ കാണട്ടെ, ഒന്നും സംഭവിക്കില്ല. എന്നാ തുറന്നു കൊടുക്കാൻ അഞ്ജു. ഇങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക് വക്കീലേ. ഇവരുടെയൊക്കെ അവസ്ഥ കണ്ടിട്ടേ ജയിലിൽ കിടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. വക്കീലിന് ഈ കേസ് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. വേണമെങ്കിൽ രക്ഷപ്പെട്ടു. എന്തായാലും അച്ഛനോട് ഇരിക്കും. ഞാൻ പോയിട്ട് ആ മരുന്ന് എങ്ങനെയെങ്കിലും എടുത്തിട്ട് വരാം. മരുന്നെടുക്കാൻ പോകുമ്പോൾ നീ അവരെന്ത് പറയോ? അവരെന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്തായാലും അത് എടുക്കാൻ പോവാം. ചേച്ചി, ഇവിടെ എന്താ അവണി പ്രശ്നം? ഇവിടെ എന്ത് പ്രശ്നം ചേച്ചി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എന്നെ താഴെ അവർ തടഞ്ഞു വെച്ചത്. നിന്നെ കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോ കയറ്റി വിടത്തില്ലെന്ന്. ഇത്രയും നേരം ഞാൻ പുറത്തായിരുന്നു. അച്ഛൻ പറഞ്ഞേ, എന്തോ ഇവിടെ പ്രശ്നം? ചേച്ചി, രഘുവിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞാല് എന്നെ ഇവിടുന്ന് പുറത്ത് വിടുമെന്ന് പറഞ്ഞിരിക്കുക അമ്മ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇപ്പൊ ഒരു ഹോം അറസ്റ്റ് പോലെയാ. സൗകര്യമില്ലെന്ന് അങ്ങോട്ട് പറയണം കൊച്ചേ. ഇവളെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ? ഞാൻ എത്ര തവണ വിളിച്ചാ സുധേ, അവന് വരണ്ടേ? ചേച്ചി, എനിക്ക് അച്ഛനെ ഇപ്പൊ വീട്ടിലേക്ക് വിടണം. അച്ഛന്റെ മരുന്നും സാധനങ്ങളും ഒക്കെ താഴെ അവർ പിടിച്ചു വെച്ചേക്കോ. ഇതെന്തൊന്ന് ജയിലോ? കയറി വരുമ്പോ ബാഗും എല്ലാം കൂടെ വാങ്ങിച്ചു വെക്കാനായിട്ട്. അച്ഛനിപ്പോ വീട്ടിൽ പോണം, അത്രയല്ലേ ഉള്ളൂ. പോയി അങ്ങോട്ട് എടുക്ക്. പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട സുധേ. എന്ത് പ്രശ്നം? അച്ഛന് പോണ്ടേ? പോണം ചേച്ചി, എത്രയും പെട്ടെന്ന് അച്ഛനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കയറി വരും. അമ്മ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അറിയും. അതിനു മുന്നേ അച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം എനിക്ക്. നിങ്ങൾ വാ, ബാഗ് നമുക്ക് എടുക്കാം. ആരാ തടയുന്ന നോക്കണമല്ലോ. വാ അച്ഛൻ, വാ. അഞ്ജു, ആ ബാഗ് എടുത്തു കൊടുത്തേ. അതൊന്നും തരാൻ പറ്റൂല. പോയി എടുത്തോണ്ട് വാടി. അമ്മ, അമ്മ, ഏട്ടാ. എന്താടി കിടന്ന് കൂകുന്നത്? എനിക്കറിയില്ല അമ്മ, ഇവര് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. എന്ത് പ്രശ്നം ഉണ്ടാക്കി? അച്ഛന്റെ ബാഗ് കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. തരാൻ സൗകര്യം ഇല്ലെങ്കിലോ? എന്താ അഞ്ജു പ്രശ്നം?
ഇവര് 3 പേരും വന്ന് വെറുതെ ബഹളം ഉണ്ടാക്കട്ടാ. ഒരു ബഹളവും വെച്ചില്ല. അച്ഛന്റെ ബാഗ് വേണം, അത്രേ ഉള്ളൂ. തരാൻ സൗകര്യം ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. വക്കീലേ, അറിയാലോ, ഇവിടെ വേണേ എനിക്കൊരു മാസ് സീൻ ക്രിയേറ്റ് ചെയ്യാം. അച്ഛനെ കൊണ്ട് പോവുകയും ചെയ്യാം. പോലീസുകാരെ വിളിക്കണോ? നാട്ടുകാരെയും കൂടെ വിളിക്കാം. മാളികകൾ തറവാട്ടിന്റെ മഹിമേ എല്ലാരും ഒന്ന് അറിയട്ടെ. വേണോ? നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ കൊളരുതായ്മയ്ക്ക് ഞാനൊന്നും ചെയ്യാത്തത് നിങ്ങളെ ആലോചിച്ചിട്ടല്ല, ഇവിടെ ആ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാ. 1 മിനിറ്റ് സമയം ഞാൻ തരും. ബാഗ് അച്ഛന് കൊടുക്കണം. അറിയാലോ വക്കീലേ, ഡൊമസ്റ്റിക് വയലൻസിനുള്ള ശിക്ഷ എന്താന്നുള്ളത്. നോൺ ബെയിലബിളാ. വിളിക്കണോ? നീ എന്താ പേടിപ്പിക്കുകയാണോ? 1 മിനിറ്റ്, ഒരേ 1 മിനിറ്റ്. അച്ഛൻ ബാഗ് എടുത്ത് വീടിന്റെ പടി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പെടും, നല്ല പോലെ പെടും. പോലീസ് പിടിച്ചോണ്ട് പോയാലേ ജയിലാണ്, അല്ലാതെ റിസോർട്ടിലല്ല താമസം. 1 മിനിറ്റ്. മോന, ആ ബാഗ് എടുത്തു കൊടുത്തേക്ക്. വലിയ കേസാ. എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാ ജാമ്യം പോലും കിട്ടും. നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു.